സർക്കാർ ജീവനക്കാർക്കുള്ള ക്ഷാമബത്ത കുടിശ്ശികയിലെ ആദ്യ ഗഡു നൽകാൻ ഉത്തരവായി. 3% കുടിശ്ശികയാണ് ഈ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകുക. DA 22-ൽ നിന്ന് 25% വർദ്ധിപ്പിച്ചു. പരിഷ്കരിച്ച തുക മാർച്ചിലെ ശമ്പളത്തിനും പെൻഷനുമൊപ്പം ലഭിക്കും. ബാക്കിയുള്ള 10% അടുത്ത മാസത്തെ ശമ്പളത്തോടൊപ്പമാണ് നൽകുക. വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും. വിജിൻ, ബജറ്റിലുണ്ടായിരുന്നു ഈ DA കുടിശ്ശികയെല്ലാം കൊടുത്തു നൽകുമെന്നത്. അതിൽ ആദ്യ ഗഡു ഇപ്പോൾ ഈ മാസത്തെ ശമ്പളത്തോടൊപ്പം നൽകാൻ ഉത്തരവായിരിക്കുകയാണ്. അത് ഇനി ബാക്കി അവശേഷിക്കുന്നത് എങ്ങനെ നൽകാനാണ് തീരുമാനം? ദിവ്യ, 13% DA ആണ് സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും കൊടുക്കാനുണ്ടായിരുന്നത്. അതിൽ 1% ഒരു ഗഡു നൽകാനുള്ള തീരുമാനമാണ് ഇപ്പോൾ ധനവകുപ്പ് കൈക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഉത്തരവും ധനവകുപ്പ് ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ജീവനക്കാർക്കും ഒപ്പം തന്നെ പെൻഷൻകാർക്കും 3% ആണ് നിലവിൽ കുടിശ്ശിക നൽകാനുള്ള ഉത്തരവ് ഇപ്പോൾ ഇറങ്ങിയിട്ടുള്ളത്. ഇതോടെ 22% ക്ഷാമബത്ത ഇതോടെ 25% വർദ്ധിപ്പിക്കുക. എന്തായാലും അടുത്ത മാസത്തെ ശമ്പളത്തോടൊപ്പം ഈ മാസത്തെ ശമ്പളം അടുത്ത മാസം ലഭിക്കുമ്പോൾ അത് കൂടി ചേർത്താണ് നിലവിൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്ന കുടിശ്ശിക അത് നൽകാനുള്ള തീരുമാനം എടുത്തിട്ടുള്ളത്. ബാക്കിയുള്ളത് മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം 10% കുടിശ്ശികയാണ് മാർച്ച് മാസത്തെ ശമ്പളത്തോടൊപ്പം ജീവനക്കാർക്കും പെൻഷൻകാർക്കും നൽകുക. നേരത്തെ ഈ സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരണത്തിൽ ധനമന്ത്രി KN ബാലഗോപാലാണ് ഈ മുഴുവൻ DA കുടിശ്ശികയും ഈ വർഷം തന്നെ, ഈ സാമ്പത്തിക വർഷം തന്നെ കൊടുത്തു തീർക്കുമെന്നുള്ള പ്രഖ്യാപനം നടത്തിയത്. അതിന്റെ ഭാഗമായിട്ടുള്ള ഒരു ഗഡുവാണ് നിലവിൽ ഇപ്പോൾ അനുവദിച്ചിട്ടുള്ളത്. ശരി, വിജിൻ വായാന്തോടാണ് വിശദാംശങ്ങൾ നൽകിയത്.